മത്സ്യത്തൊഴിലാളികൾക്കുള്ള സർക്കാർ പാർപ്പിട പദ്ധതിയായ പുനർഗേഹത്തിന്റെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരം മുട്ടത്രയിൽ നടന്ന ചടങ്ങിൽ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പരിഗണന ലഭിക്കാതെയാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത പാർപ്പിടങ്ങൾ ഒരുക്കുന്ന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പുനർഗേഹം. സംസ്ഥാന വ്യാപകമായി പൂർത്തിയാക്കുന്ന 1200 ഫ്ളാറ്റുകളിൽ ആദ്യഘട്ടത്തിന്റെ താക്കോൽ കൈമാറ്റം തിരുവനന്തപുരം മുട്ടത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 332 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്കു കൈമാറി. മത്സ്യത്തൊഴിലാളികൾ എല്ലാ ഘട്ടത്തിലും വലിയ തോതിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരു തൊഴിലാളി വിഭാഗമാണ് എന്നത് നമുക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന മത്സ്യത്തൊഴിലാളികൾ അർഹിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നാടു പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി എടുത്തുചാടിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു ചെയ്താലും അധികമാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. നാട് ജല പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത്. പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തതു കാരണം ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കാതിരുന്ന 468 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഉദ്ഘാടന വേദിക്കു സമീപം പ്രതീക്ഷ ഫ്ളാറ്റ് പരിസരത്ത് അർഹതപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.